പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊളോസ്യ ലേഖനത്തില് 1-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ നോക്കിയാൽ മതി. ക്രിസ്തുവിനെ ആര് നോക്കുന്നുവോ അവർക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്ന തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 7 കാര്യങ്ങളാണ് പൗലോസ് അവിടെ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ ഇടവന്നത്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനഭാഗത്ത് സകലത്തിനും ആധാരമായ ക്രിസ്തു എന്നാണ് പൗലോസ് പറഞ്ഞത്. ക്രിസ്തുവാണ് സകലത്തിനും ആധാരമായിരിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. ഞാൻ സകലത്തിനും മതിയായ ദൈവമായിരിക്കുന്നു എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായി ദൈവപ്രതിമയായ ക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ അതേ പ്രതിമയായിട്ടാണ് യേശു നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ ഇടവന്നത്. മൂന്നാമതായി അവൻ ദേഹരൂപത്തിലായിരുന്നു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. യേശു കർത്താവ് ജോർദാനിൽ സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറക്കുകയും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ദേഹരൂപം എന്നവണ്ണം പ്രാവെന്ന പോലെ യേശുവിന്റെ മേലേക്ക് കടന്നു വരുന്ന ഒരു ദൈവിക അനുഭവം നമുക്ക് കാണാനിടവരുന്നു. ഇവിടെ പ്രിയമുള്ളവരെ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നുവെന്ന് നമ്മോട് പറഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. നാലാമതായി നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്ന ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നത്. കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനഭാഗത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മളെ ക്രിസ്തു തന്റെ രക്തത്താൽ നമ്മളെ ക്രൂശിൽ വീണ്ടെടുത്ത് ആ വീണ്ടെടുപ്പിന്റെ ആ മഹത്വം അനുഭവിക്കേണ്ടതിന് നമുക്ക് വിരോധവും പ്രതികൂലമായിരിക്കുന്ന കയ്യെഴുത്തുകളെല്ലാം മായിച്ച് ക്രൂശിൽ തറച്ച് നമുക്ക് വേണ്ടാത്തതെല്ലാം നീക്കിക്കളഞ്ഞ ക്രിസ്തുയേശുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. വീണ്ടും കൊളോസ്യ ലേഖനം 1-14 അവൻ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവാണ് എന്ന് നമ്മോട് പറയാൻ ഇടവന്നു. അവൻ എന്നെ വീണ്ടെടുത്ത ദൈവമാണ്. അവൻ വീണ്ടെടുത്തത് കൊണ്ടാണ് ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു വരാനും പ്രാർത്ഥിക്കാനും അവനെ ആരാധിക്കാനൊക്കെ എനിക്കിടയായത്. ആറാമതായി സഭയ്ക്ക് ശിരസും സകലതിനും തലയുമായവനായിരുന്നു ക്രിസ്തു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവൻ തലയായിരിക്കെ അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരാകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആരും ലജ്ജിച്ചു പോകാത്ത വണ്ണം നമുക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായി വന്ന സഭയുടെ ശിരസായിരിക്കുന്ന ക്രിസ്തു. ഏഴാമതായി പിശാചിനെ തോൽപ്പിച്ച് ന്യായാധിപനായ ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. പിശാചിനെ അവൻ തോൽപ്പിക്കുന്നതും പിശാചിന്റെ ഒരു തന്ത്രം പോലും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാത്ത വണ്ണം നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിൽ വിശ്വസിച്ചാലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ.
കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ളൊരു വചനം നമ്മൾ എപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വചനമല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്? വിശ്വസിക്കുമ്പോഴുള്ള രക്ഷ നമുക്ക് എങ്ങനെയാ ഇത് കിട്ടുന്നത്? സകലതിനും ആധാരമായിരിക്കുന്ന ക്രിസ്തു ദൈവപ്രതിമയായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പാപപരിഹാരി യാഗമായി തീർന്ന് നമ്മെ വീണ്ടെടുത്ത് സഭയുടെ ശിരസ്സായി പിശാചിനെ തോൽപ്പിച്ച ക്രിസ്തുയേശുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ നീ അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഇവിടെ കർത്താവാണ് നമുക്ക് ഈ ശക്തിയും കൃപയും തന്നത്. ഈ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ഇന്ന് എന്നിൽ മാറ്റണം. ഈ വചനം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടണം. കർത്താവിന്റെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിലേക്ക് ഈ അഭിഷേകവും കൃപയും പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.